നിങ്ങൾ യുക്തിയുടെ തടവറയിലാണോ? തെളിവുകൾക്കും ശാസ്ത്രീയ സത്യങ്ങൾക്കും പിറകെ ഓടുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ബുദ്ധിക്കൊരിക്കലും ദൈവത്തെ തെളിയിക്കാനാവില്ല, പക്ഷേ ഹൃദയത്തിന് ദൈവത്തെ അനുഭവിക്കാനാവും. ഈ തിരിച്ചറിവാണ് ഭക്തി എന്നത്. പ്രേമത്തിൽ വീഴുന്നു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ബുദ്ധിജീവികൾക്ക് ഇത് ഭ്രാന്തായിരിക്കും, പക്ഷെ പ്രണയിക്കുന്നവന് ഇതൊരു പരമാനന്ദമാണ്. യുക്തിക്കപ്പുറമുള്ള ആ നിഗൂഢതയിലേക്ക് കണ്ണടച്ച് എടുത്തു ചാടാൻ നമുക്ക് ധൈര്യം ആവശ്യമുണ്ട്. ഭക്തി എന്നത് ഒരറിവ് മാത്രമല്ല, അതൊരു എടുത്തുചാട്ടമാണ്. അതുപോലെ തന്നെ ഭക്തി എന്നത് ഒരു അടിമത്വവുമല്ല, മറിച്ച് ആകാശത്തോളം വളരലാണ്. രാമകൃഷ്ണ പരമഹംസനെ പോലെ, മീരയെപ്പോലെ നമ്മൾ ഇല്ലാതാകുമ്പോൾ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറയുകയുള്ളൂ. അവിടെ ചങ്ങലകൾക്ക് പകരം ചിറകുകൾ മാത്രമേയുള്ളൂ. യുക്തിയുടെ ലോകത്ത് നിന്ന് ഹൃദയത്തിൻ്റെ മഹാകാശത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് പറക്കാം. നമസ്കാരം. ഇന്നത്തെ ആത്മീയ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര സ്നേഹത്തിൻ്റെ പാതയിലൂടെയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന 29ാമത്തെ വിധിയിൽ ആകെ 2 വാക്കുകളേയുള്ളൂ. അത് ഭക്തി മോചിപ്പിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ഭക്തി എന്ന ഒറ്റ വാക്കിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം മോചനം എന്നത് ഭക്തിയുടെ ഒരു നിഴൽ മാത്രമാണ്. അതുപോലെ വിജ്ഞാൻ ഭൈരവ തന്ത്രയിൽ 2 തരം വിദ്യകളാണുള്ളത്. ഒന്ന് ശാസ്ത്രീയമായ മനസ്സുള്ളവർക്ക്, അതായത് ബുദ്ധിജീവികൾക്ക് വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന് കാവ്യാത്മകമായ മനസ്സുള്ളവർക്ക് വേണ്ടി, അഥവാ ഹൃദയപരമായുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ 2 ലോകങ്ങളും സമാന്തര രേഖകൾ പോലെയാണ്. അവ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ 2 ധ്രുവങ്ങളുമുണ്ട്. ശാസ്ത്രീയ മനസ്സുള്ളവർ യുക്തിയിലും ഗണിതശാസ്ത്രത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇവർക്ക് എന്തിനും തെളിവുകൾ വേണം. ഇവരുടെ ആയുധമെന്നത് സംശയവുമാണ്. ഒന്നും തന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയില്ല. എന്നാൽ കാവ്യാത്മകമായ മനസ്സുള്ളവർക്ക് സംഗീതവും താളവുമൊക്കെയാണ് വേണ്ടത്. വാക്കുകൾക്കൊന്നും കൃത്യമായ അർത്ഥങ്ങളില്ലെങ്കിലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മറിച്ച് അവ നൽകുന്ന അനുഭൂതിയാണ് ഇവർക്ക് പ്രധാനം. അവരുടെ വ്യാകരണങ്ങൾക്ക് പകരം താളം മാത്രമേയുള്ളൂ. ചിലപ്പോൾ ഒരാളിൽ തന്നെ ഈ 2 സ്വഭാവവും ഉണ്ടാകാം. എന്നാൽ അതൊരു വിഭജിക്കപ്പെട്ട വ്യക്തിത്വമായിരിക്കും. അത്തരത്തിൽപ്പെട്ട ഒരാൾ ഒരു ശാസ്ത്രജ്ഞനാകുമ്പോൾ അയാൾക്ക് അയാളിലെ കവിയെ മറക്കേണ്ടി വരും. കവിയാകുമ്പോൾ ശാസ്ത്രജ്ഞനെയും മറക്കേണ്ടി വരും. കാരണം യുക്തിക്ക് സ്നേഹത്തിൻ്റെ ഭാഷ ഒരിക്കലും മനസ്സിലാകില്ല. ഭക്തിയുടെ ലോകത്ത് തെളിവുകൾക്കും സ്ഥാനമില്ല. നോക്കൂ, സൂര്യൻ ഉദിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ആരും നമ്മളോട് പറയാറില്ല, അല്ലേ? കാരണം നമുക്കത് അറിയാമെന്നത് തന്നെയാണ്. ഈ തെളിവുകൾ ഉള്ളിടത്ത് വിശ്വാസത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? യാതൊരുവിധ പ്രസക്തിയുമില്ല. എന്നാൽ ദൈവമുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. ആ തെളിയിക്കപ്പെടാത്ത ശൂന്യതയിലേക്കുള്ള എടുത്തുചാട്ടത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരു ബുദ്ധിജീവിക്ക് ഇതൊരു വിഡ്ഢിത്തമായി തോന്നാം. അയാൾ പറയും, ആദ്യം നിങ്ങൾ ദൈവമുണ്ടെന്ന് തെളിയിക്കൂ, അപ്പോൾ ഞാൻ വിശ്വസിക്കാമെന്ന്. എന്നാൽ ദൈവമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അവിടെ ദൈവം ഒരു ഗണിത സിദ്ധാന്തം പോലെ ഉണങ്ങിയ ഒന്നായി മാറും. അയുക്തികമായതുകൊണ്ടാണ് ദൈവം സുന്ദരനാകുന്നത്. യുക്തിക്കപ്പുറമുള്ളതിനെ പുൽകാനാണ് ഭക്തി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളൊരു ചോദ്യം സ്വയം ചോദിക്കണം, ഞാനൊരു ബുദ്ധിജീവിയാണോ അതോ ഒരു വികാരജീവിയാണോ എന്ന്.
ഇവിടെ ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമൊന്നുമല്ല. ഇവ രണ്ട് മാതൃകകൾ മാത്രമാണ്. നമ്മൾ യുക്തിയിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഭക്തി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഭക്തി നമ്മെ പെട്ടെന്ന് മോചിപ്പിക്കുകയും ചെയ്യും. ഇവിടെ നമ്മുടെ തനിമയെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. യുക്തിയുടെ വഴിയിലൂടെ പോയാലും ഹൃദയത്തിൻ്റെ വഴിയിലൂടെ പോയാലും ഒടുവിലെത്തുന്നത് ഒരേ സത്യത്തിലാണ്. പക്ഷെ ആ വഴി തെറ്റിയാൽ യാത്ര ദുഷ്കരവുമാകും. നമ്മൾ സാധാരണയായി പറയാറും കേൾക്കാറും ഒക്കെയുണ്ട്, അവനല്ലെങ്കിൽ അവൾ പ്രേമത്തിൽ വീണുവെന്ന്. എന്തുകൊണ്ടായിരിക്കും ഈ വീഴുന്നു എന്ന് നമ്മൾ പറയുന്നത്? എന്താണ് സത്യത്തിൽ അവിടെ ഈ വീഴുന്നത്? സത്യത്തിൽ ഇവിടെ വീഴുന്നത് നമ്മുടെ അഹന്തയാണ്. നമ്മുടെ ശിരസിൽ നിന്ന് താഴേക്ക്, അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തകർച്ചയാണ്, അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തരമാണ്. കാരണം യുക്തിയുടെ ലോകത്ത് നമ്മൾ എപ്പോഴും ഉയർന്നു നിൽക്കാനാണല്ലോ ശ്രമിക്കുക. എന്നാൽ ഹൃദയത്തിൻ്റെ ലോകത്ത് നമ്മൾ താഴേക്ക് വീഴുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഈ ലോകത്ത് ഭാഷയും യുക്തിയും നിർമ്മിച്ചത് ബുദ്ധിജീവികളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രേമം എന്നത് ഒരുതരം ബുദ്ധിഭ്രമമാണ്. അതുപോലെ തന്നെ പ്രണയബദ്ധരായവരോട് നമുക്കൊരിക്കലും യുക്തിപരമായി വാദിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടി നിനക്ക് പറ്റിയതല്ലെന്നോ ഈ ബന്ധം അപകടകരമാണെന്നോ ഉള്ള എത്ര തെളിവ് നമ്മൾ അവർക്ക് മുൻപിൽ നിർത്തിയാലും അവരത് ചെവിക്കൊള്ളില്ല. പ്രേമത്തിന് അതിൻ്റെതായ ഒരു യുക്തിയുണ്ട്. അത് പുറത്തുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ബുദ്ധിക്ക് അസാധ്യമായ കാര്യങ്ങൾ ഹൃദയത്തിന് സാധ്യമാകുന്നത്. പ്രേമത്തിൽ നമ്മളൊരു വിഡ്ഢിയാകാൻ തയ്യാറാകുകയാണ്. ആ തയ്യാറെടുപ്പാണ് ഭക്തിയുടെ തുടക്കവും. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിക്കുന്നവർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എത്ര വലിയ ഉയർന്ന പദവിയിലുള്ളവരാണെങ്കിൽ പോലും അവർ പ്രണയിക്കുമ്പോൾ കൊച്ചു കുട്ടികളെപ്പോലെ കൊഞ്ചാൻ തുടങ്ങും. എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ ആദ്യത്തെ സ്നേഹാനുഭവം എന്നത് നമ്മുടെ അമ്മയോടൊപ്പമായിരുന്നു. അന്ന് നാം ഉപയോഗിച്ചിരുന്ന ആ നിഷ്കളങ്കമായ ഭാഷയാണ് ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭാഷ. ഓഷോ ഒരു കഥ പറയാറുണ്ടായിരുന്നു. ഒരു ചെക്കോസ്ലാവിയക്കാരിയായ പെൺകുട്ടിയും ഒരു ഇംഗ്ലീഷ് പ്രൊഫസറും തമ്മിൽ വിവാഹിതരാകുകയുണ്ടായി. അവർക്ക് പരസ്പരം സംസാരിക്കാൻ സാങ്കേതികമായ ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഫലമായി അവരുടെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതായി മാറുകയാണ് ഉണ്ടായത്. കാരണം സ്നേഹിക്കാൻ സാങ്കേതിക ഭാഷയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഹൃദയത്തിൻ്റെ ലളിതമായ വികാരങ്ങളാണ് വേണ്ടത്. സ്നേഹം അതിൻ്റെ ഉയർച്ചയിലെത്തുമ്പോൾ ഭാഷ അവിടെ ആവശ്യമില്ലാതായി മാറും. നമുക്കറിയാം, നമ്മളൊരു അപരിചിതനോടൊപ്പം ഇരിക്കുമ്പോൾ നിശബ്ദത ഒരു ഭാരമാകും. ആ ഭാരം ഒഴിവാക്കാനായി നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിച്ച് ഒരു പാലമുണ്ടാക്കും അവിടെ. എന്നാൽ സ്നേഹിക്കുന്നവർക്ക് നിശബ്ദമായി ഇരിക്കാൻ കഴിയും. അവിടെ വാക്കുകളെക്കാൾ കൂടുതൽ ആഴത്തിൽ ആശയവിനിമയം നടത്തുന്നത് മൗനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് നിശബ്ദമായി ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ സ്നേഹമിനിയും ആഴത്തിൽ എത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ ഓർക്കുക, ഭാഷ അവസാനിക്കുന്നിടത്താണ് ഹൃദയങ്ങൾ തമ്മിൽ ലയിക്കുന്നത്. ഈ സ്നേഹമെന്നത് യുക്തിക്കൊരിക്കലും മനസ്സിലാകാത്ത ഒരു അത്ഭുതവുമാണ്. അത് നമ്മെ ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കും. യുക്തി എപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനെന്ന കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ ഞാനാണ് പ്രധാനം, ബാക്കിയെല്ലാം എനിക്ക് ചുറ്റുമുള്ള വെറും വസ്തുക്കൾ മാത്രമാണെന്നാണ് അഹന്തയുടെ മനോഭാവം. നമ്മൾ എത്രത്തോളം യുക്തി ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല.
എന്നാൽ ഭക്തിയുടെ പാതയിൽ ഈ കേന്ദ്രം തകരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രേമബന്ധത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം മാറുന്നു എന്നതാണ്. അതുവരെ നമ്മൾ നമുക്കായി ജീവിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രേമത്തിലാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെക്കാൾ പ്രാധാന്യമുള്ളവരായി മാറും. അവിടെ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അതിനർത്ഥം അയാൾ തൻ്റെ അഹന്തയെ മറികടന്നു എന്നാണ്. എൻ്റെ ജീവിതത്തെക്കാൾ നിന്റെ ജീവിതമാണ് എനിക്ക് പ്രധാനമെന്ന് ഹൃദയം പറയുമ്പോൾ അവിടെ അഹന്ത അലിഞ്ഞു തുടങ്ങുകയാണ്. ഈ മാറ്റമാണ് നമ്മെ ഭക്തിയിലേക്ക് നയിക്കുന്നത്. ഭക്തിയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ നമുക്ക് മീരയെയും രാധയെയും നോക്കിയാൽ മതി. രാധയ്ക്ക് മുൻപിൽ കൃഷ്ണൻ ജീവനോടെ ഉണ്ടായിരുന്നു, അല്ലേ? ജീവനോടെയുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ മീരയുടെ കൃഷ്ണൻ ഭൗതികമായി അവിടെ ഇല്ലായിരുന്നു. അവൾ തൻ്റെ ഉള്ളിലെ കൃഷ്ണനെയാണ് സ്നേഹിച്ചത്. കൃഷ്ണൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മീരയ്ക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആ സ്നേഹം മീരയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. അഹന്ത ഇല്ലാതാകുമ്പോൾ നമ്മിലെ മാലിന്യങ്ങളും ഇല്ലാതാകും. ഇവിടെ മീരയുടെ ഭക്തിയാണ് അവളെ മോചിപ്പിച്ചത്. കാരണം അവൾ അവളിൽ നിന്ന് തന്നെ പുറത്തു കടന്നിരുന്നു. ഇതാണ് ഭക്തിയിലെ ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാളെ അത്രത്തോളം സ്നേഹിക്കുകയും നമ്മളെ തന്നെ പൂർണ്ണമായി മറക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഇല്ലാതാകുകയാണ്. ഞാനില്ലാതാകുമ്പോൾ അവിടെ നീ എന്നതിനും പ്രസക്തി ഉണ്ടാവില്ല. പിന്നെ അവിടെ അവശേഷിക്കുന്നത് ശുദ്ധമായ ബോധം മാത്രമായിരിക്കും. ആ നമ്മളില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ദൈവമായി മാറുന്നത്. നമ്മൾ സ്വയം അപ്രത്യക്ഷനാകുമ്പോൾ പ്രിയപ്പെട്ടവർ ഈ പ്രപഞ്ചം മുഴുവൻ നിറയുകയാണെന്നേ. ഇത് സ്നേഹത്തിലൂടെ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത വിദ്യയാണ്. നോക്കൂ, അഹന്തയാണ് നമ്മുടെ തടവറ. ആ തടവറയുടെ മതിൽ തകർക്കുവാനുള്ള ഏക വഴിയെന്നത് സ്നേഹമാണ്. നമ്മളൊക്കെ സാധാരണയായി പറയാറുള്ളത് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നാണല്ലേ. എന്നാൽ നമുക്ക് സൂര്യനിൽ വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടോ? ഉണ്ടാവില്ല. കാരണം സൂര്യൻ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അറിവുള്ളിടത്ത് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഒന്നും തന്നെ തെളിയിക്കാൻ കഴിയാത്ത ഒന്നിനെ ആധാരമാക്കിയുള്ള ഒരു ചാട്ടമാണ് യഥാർത്ഥ വിശ്വാസം എന്നത്. തെളിവുകൾ തേടുന്ന ബുദ്ധിജീവികൾക്ക് ഒരിക്കലും ഭക്തനാകാൻ കഴിയില്ല. കാരണം അയാൾക്ക് ആദ്യം വേണ്ടത് ഉറപ്പാണ്. എന്നാൽ ഭക്തി എന്നത് അനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. ക്രിസ്തീയ സന്യാസിയായ ടർട്ടുല്യന്റെ വിപ്ലവകരമായ ഒരു വചനമുണ്ട്. ദൈവം യുക്തിഹീനനായതുകൊണ്ട് ഞാൻ അവനിൽ വിശ്വസിക്കുന്നുവെന്ന്. ഒരു ബുദ്ധിജീവിക്ക് ഇത് കേൾക്കുമ്പോൾ വിഡ്ഢിത്തമായി തോന്നാം. അവർ പറയുക ദൈവം ഉണ്ടെന്നതിന് തെളിവ് വേണമെന്നാണ്. എന്നാൽ ടർട്ടുല്യൻ പറയുന്നത് എനിക്ക് തെളിയിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം യുക്തിപരമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജ്യാമിതിയിലെ ഒരു സിദ്ധാന്തം പോലെ വെറുമൊരു വിവരം മാത്രമായി മാറും. തെളിയിക്കപ്പെടാത്ത നിഗൂഢതയാണ് ഭക്തിയുടെ ഇന്ധനമെന്നത്. യുക്തി അവസാനിക്കുന്നിടത്ത് ഭക്തിയുടെ വിമാനം പറന്നുയരും. ഒരു ബുദ്ധിജീവിക്ക് ഒരിക്കലും ആത്മാർത്ഥമായി ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നേ. അയാൾ വിശ്വാസത്തിനായി വാദമുഖങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതിനായി തെളിവുകൾ ശേഖരിക്കും. അങ്ങനെ ആ തെളിവുകൾ തൃപ്തികരമാണെങ്കിൽ മാത്രമേ അയാൾ ഒന്നിൽ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ അപ്പോഴേക്കും വിശ്വാസത്തിൻ്റെ ആ സത്ത നഷ്ടപ്പെടുകയും ചെയ്തിരിക്കും. എന്നാൽ ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ടിലേക്ക് കണ്ണടച്ച് ചാടാൻ ഹൃദയത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ബുദ്ധി എപ്പോഴും ചുവട് വയ്ക്കുന്നതിന് മുൻപ് ആ തറ ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കും. പക്ഷേ ആഴക്കടലിലേക്ക് ഇറങ്ങുന്നവന് തറ പരിശോധിക്കാനാവില്ല. അവൻ ആ പ്രവാഹത്തിന് സ്വയം സമർപ്പിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമെന്നാൽ ഒരു സിദ്ധാന്തമല്ലെന്നേ, മറിച്ച് അതൊരു അനുഭവമാണ്.
യുക്തി എന്നത് എപ്പോഴും നമ്മിൽ വേർതിരിവുകൾ ഉണ്ടാക്കുകയാണ്. അത് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അനന്തമായതിനെ അളക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയൊരു അസംബന്ധമാണ്. സയന്റിസ്റ്റുകൾ പറയാറുണ്ട്, പ്രേമം എന്നത് വെറുമൊരു രാസപ്രവർത്തനം മാത്രമാണെന്ന്. ഒരുപക്ഷെ അവർക്കത് തെളിയിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ ശാസ്ത്രജ്ഞന്മാർ പോലും പ്രണയത്തിലാകുമ്പോൾ ആ രാസപ്രവർത്തനത്തെയല്ല, മറിച്ച് ആ അനുഭൂതിയെയാണ് ആഘോഷിക്കുക. ഇതുപോലെയാണ് ഭക്തിയും. പുറത്തുനിന്ന് നോക്കുന്നവന് അത് ഭ്രാന്തായി തോന്നും, ഉള്ളിൽ നിൽക്കുന്നവന് അത് പരമാനന്ദമാണ്. ഒന്ന് നമ്മൾ തിരിച്ചറിയുക, ഭക്തി എന്നത് ബുദ്ധി കൊണ്ടുള്ള ഒരു കളിയല്ല, അത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു സാഹസമാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഭക്തി എന്നത് ഒരുതരം അടിമത്തമായി തോന്നാം. ഒരാൾ ദൈവത്തിനോ ഗുരുവിനോ മുമ്പിൽ പ്രണമിക്കുമ്പോൾ അയാൾ തൻ്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. ഇവിടെ അഹന്തയാണ് നമ്മുടെ ഏക ബന്ധനം. ആ അഹന്തയെ മറ്റൊരാളുടെ മുന്നിൽ അലിയിച്ചു കളയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം വാക്കുകൾക്കെല്ലാം അതീതമാണ്. ഭക്തി നമ്മളെ തടവിലാക്കുകയല്ല, മറിച്ച് നമ്മെ പറക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ ഈ വന്യമായ സ്വാതന്ത്ര്യം മനസ്സിലാക്കാൻ നമുക്ക് രാമകൃഷ്ണ പരമഹംസന്റെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം. ദക്ഷിണേശ്വരത്തെ പൂജാരിയായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വലിയ വിവാദമായിരുന്നു. ഭഗവതിക്ക് അർപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഓരോ പൂവും മണപ്പിച്ചു നോക്കുകയും ഭഗവതിക്ക് നിവേദിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം രുചിച്ചു നോക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരിത് അശുദ്ധമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപ് അത് നല്ലതാണോ എന്ന് രുചിച്ചു നോക്കും, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നല്ലതാണോ എന്ന് നോക്കാതെ എൻ്റെ അമ്മയ്ക്ക് നൽകുകയെന്ന്. നോക്കൂ, സത്യത്തിൽ ഇതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം വേറെ എവിടെയാണുള്ളത്? നിയമങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം തൻ്റെ പ്രിയപ്പെട്ടവളുമായി അദ്ദേഹം പുലർത്തിയ ആ ആത്മബന്ധമാണ് യഥാർത്ഥ ഭക്തി. ഒരിക്കലൊരു മുസ്ലിം സുഹൃത്ത് രാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ചു, നിങ്ങളുടെ മാതാവ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ വന്നുകൂടാ എന്ന്. രാമകൃഷ്ണ പരമഹംസ ഉടനെ അതിന് സമ്മതിക്കുകയും 6 മാസത്തോളം അദ്ദേഹം പള്ളിയിൽ താമസിക്കുകയും ഉണ്ടായി. ആ സമയത്ത് ദക്ഷിണേശ്വരത്തെ തൻ്റെ കാളിമാതാവിനെ അദ്ദേഹം മറന്നു പോവുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് അവൾ ആ ക്ഷേത്രത്തിൽ മാത്രമായിരുന്നില്ല, എല്ലായിടത്തുമായിരുന്നു. നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവം അവിടെ മാത്രമായി ചുരുങ്ങുകയാണ്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി മറക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറയുകയാണ്. എന്നാൽ നമ്മൾ ഇല്ലാതാകുമ്പോൾ മാത്രമേ അവന് വരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ പ്രണയിനി തൻ്റെ പ്രണയിതാവിനെ ദൈവം എന്ന് വിളിക്കാറുണ്ട്. ഇത് വെറുമൊരു വാക്കല്ല. നമ്മൾ മറ്റൊരാളെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ, അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും നമ്മൾ തയ്യാറാകുമ്പോൾ അയാൾ നമ്മുടെ ദൈവമായി മാറുകയാണ്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും കഴിയുകയെന്നത് അഹന്തയിൽ നിന്നുള്ള മോചനമാണ്. സ്നേഹം ഭക്തിയായി മാറുമ്പോൾ തടവറയുടെ മതിലുകൾ അപ്രത്യക്ഷമാകും. നമ്മൾ മുൻപൊരു ചെറിയ മുറിയിലായിരുന്നു, ഇപ്പോൾ നമ്മൾ അനന്തമായ ആകാശത്താണ്. ഓർക്കുക, സമർപ്പണം എന്നത് തോറ്റുകൊടുക്കലല്ല, മറിച്ച് ജയിക്കലാണ്. അഹന്തയെ ഉപേക്ഷിക്കുന്നവനാണ് ഈ ലോകം മുഴുവൻ സ്വന്തമാക്കുകയുള്ളൂ. നമ്മൾ തുടങ്ങിയത് ഭക്തി മോചിപ്പിക്കുന്നു എന്ന ലളിതമായ സൂത്രത്തിൽ നിന്നാണ്. ഭക്തി എന്നതൊരു പ്രവൃത്തിയല്ല, അതൊരു ഭാവമാണ്, അഥവാ ഒരു ക്വാളിറ്റിയാണ്. നമ്മളൊരു വികാര ജീവിയാണെങ്കിൽ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, നമുക്ക് ബുദ്ധിയുടെ കഠിനമായ വഴികൾ ആവശ്യമില്ല. സ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് ആ സ്നേഹത്തിലൂടെ തന്നെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താം. ഭക്തി എന്നത് അസ്തിത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അനുരാഗമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭക്തൻ ഒരു അടിമയെ പോലെയാണ്, എന്നാൽ ഉള്ളിലവൻ ഒരു പക്ഷിയെ പോലെ സ്വതന്ത്രനാണ്.
നമ്മളെ തടവിലാക്കുന്നത് പുറത്തുള്ള മതിലുകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന അഹന്തയാണ്. ഭക്തിയിൽ നമ്മൾ നമ്മളെ തന്നെ മറ്റൊരാൾക്ക് സമർപ്പിക്കുമ്പോൾ, അത് ദൈവമാകാം, ഗുരുവാകാം, ആ സമർപ്പണം സംഭവിക്കുമ്പോൾ നമ്മിൽ നിന്നും അഹന്ത അലിഞ്ഞു പോവുകയാണ്. അഹന്തയില്ലാത്തവനെ തളയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ചങ്ങലയ്ക്കും കഴിയില്ല. സ്നേഹമില്ലാത്ത ഒരാൾ ഈ തുറന്ന ആകാശത്തിന് താഴെയാണെങ്കിലും അയാൾ ഒരു തടവുകാരനാണ്. കാരണം അവന് പറക്കാൻ അറിയില്ല. എന്നാൽ സ്നേഹമുള്ളവൻ അവൻ തടവറയ്ക്കുള്ളിലാണെങ്കിലും സ്വതന്ത്രരാണ്. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരിടത്തുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ എല്ലായിടത്തും ഉണ്ടാകുമെന്നാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഈ ലോകം ചെറുതാകുകയും മറ്റൊരാളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ലോകം വലുതാകുകയുമാണ്. സ്നേഹത്തെ വെറുമൊരു വികാരമായി കാണാതെ ഒരു ആത്മീയ അനുഷ്ഠാനമായി മാറ്റുമ്പോൾ ആ സ്നേഹം ഭക്തിയായി മാറും. ഭക്തിയിൽ നമ്മൾ മറ്റൊരാളിൽ ദൈവത്തെ ദർശിക്കുകയും ആ ദർശനം നമുക്ക് മോചനം നൽകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, 29ാമത്തെ വിദ്യയെക്കുറിച്ചുള്ള ഈ യാത്ര ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ബുദ്ധിയുടെ കഠിനമായ വഴികളിലൂടെയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആർദ്രമായ പാതയിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചത്. ഭക്തി മോചിപ്പിക്കുന്നുവെന്ന ഈ സത്യം നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിപ്ലവമായി മാറട്ടെ. സ്നേഹിക്കാൻ ഭയപ്പെടാതിരിക്കുക. മറ്റൊരാൾക്ക് മുൻപിൽ അഹന്ത വെടിഞ്ഞു നിൽക്കുന്നത് തോൽവിയല്ല, മറിച്ചതൊരു മഹാവിജയമാണ്. രാമകൃഷ്ണനെ പോലെയോ മീരയെ പോലെയോ ഉള്ള ഒരു ഭക്തനാകാൻ വലിയൊരു ധീരത ആവശ്യമാണ്. ആ ധീരത നിങ്ങളുടെ ഉള്ളിലും ഉണരട്ടെ. ദിവ്യബോധം എന്ന ഈ ചാനലിലൂടെ നാം പങ്കുവയ്ക്കുന്ന ഓരോ അറിവും നിങ്ങൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വിളക്ക് തെളിയിക്കാൻ സഹായിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കുള്ളിൽ ആ സമർപ്പണത്തിൻ്റെ സുഗന്ധം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യുക്തിയുടെ ലോകത്ത് നിന്ന് ഹൃദയത്തിൻ്റെ മഹാകാശത്തിലേക്ക് നമുക്കിനിയും പറന്നുയരാം. ഈ കുറച്ചു സമയം എന്നോടൊപ്പം ചിലവഴിച്ച ഓരോ ആത്മബന്ധുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഉള്ളിലെ ആ പരമമായ പ്രേമത്തിനു മുമ്പിൽ ഞാൻ വന്ദിക്കുകയാണ്. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.